നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഇരിക്കൂ. ശരത്തിനെതിരെ ഒരു പരാതി കൂടി ഉണ്ട് സർ. അത് തരാനാണ് ഞങ്ങൾ വന്നത്. ശരവണൻ പറഞ്ഞ മൊഴികളിൽ രഹസ്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാക്കില്ലേ? തെളിയിക്കാൻ കുറച്ച് പാടാ. അതറിയാം സർ, പക്ഷെ ഇതങ്ങനെയല്ല. ഒരു വധശ്രമം ചാർജ് ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഇതിലുണ്ട്. ദേവികെ കൊടുക്ക്. ഇതാ വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞ കേസല്ലേ? ആ അതെ, തെളിവ് സാറിന്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. ഈ പരാതി കൂടി ആവുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആവും സർ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സാറിന് അവനെ കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം. ശരവണൻ പറഞ്ഞ കേസുകൾ മുഴുവൻ ആ ചോദ്യം ചെയ്യലിൽ അവൻ സമ്മതിക്കും സർ. എടുക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്കറിയാം. എന്തിനാണ് ഈ ശരത്ത് മനോഹരനെ കൊല്ലാൻ നോക്കിയത്? സർ, ശരത്ത് നിത്യ തമ്മിലുള്ള വിവാഹത്തിന് അച്ഛൻ എതിർപ്പ് പറഞ്ഞു. അച്ഛൻ ജീവനോട് ഉണ്ടായാൽ ആ കല്യാണം നടക്കില്ല എന്ന് ശരത്തിന് ഉറപ്പായിരുന്നു. മുൻപ് നടന്ന 2 മർഡറുകളും ഈ അറ്റംപ്റ്റും ഏകദേശം ഒരുപോലെയാണ്. നടേശൻ സാറും റൂബിയും മരിച്ചത് വിഷം ഉള്ളിൽ ചെന്ന. ദേവിയുടെ അച്ഛൻ കിടപ്പിലായത് അമിതമായ തോതിൽ ഇൻസുലിൻ ബ്ലഡിൽ ചെന്നു. മോഡ് ഓഫ് ഓപ്പറാൻഡി 3ലും സെയിം ആണെന്നർത്ഥം. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. വേണ്ട പോലെ ചെയ്തോളാം. സർ, കല്യാണത്തിന് മുമ്പ് ശരത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണം. ശരത്തും നിത്യം തമ്മിലുള്ള കല്യാണം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. അതിനുവേണ്ടി തന്നെയാ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കുറെ മൊഴികളും ഒരു വീഡിയോ ക്ലിപ്പും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ജെനുവിനായിട്ടുള്ള ഒരു പരാതി ഞങ്ങൾ കിട്ടിയത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ആ കല്യാണം നടക്കില്ല. താങ്ക് യു സർ. ഇവിടെ പോയി കിടക്കരുത് ഇത്ര നേരം. ഞാൻ വന്നിട്ട് ഇത്ര നേരം എന്നറിയോ? ബ്ലോക്കായിരുന്നു. ബ്ലോക്ക്? നാക്കെടുത്താ നുണ പറയൂ. വിഷ്ണു പ്ലീസ്. ശരി ശരി, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? സിദ്ധുവായിട്ടുള്ള ആ മീറ്റിംഗ് നടക്കാൻ പോവല്ലേ, ഒരു റിഹേഴ്സൽ വേണ്ടേ? എന്തിന്? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. ആ വള എന്തിനു വാങ്ങി, സ്ഥലം വിറ്റ കാശ് എന്തിന് ബലമായിട്ട് പിടിച്ചു വാങ്ങി എന്നൊക്കെ ചോദിക്കും സിദ്ധു. അപ്പൊ എന്ത് മറുപടി പറയും? അതെന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ പോരാ. വിഷ്ണു പറയുന്ന മറുപടി ഷാർപ്പായിരിക്കണം. ഞാനും അത് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് നമുക്ക് തമ്മിലൊരു ധാരണ വേണം. ശരി, നീ എന്താന്ന് വെച്ചാ പറഞ്ഞു തുലക്കേ. എന്റെ അച്ഛൻ, അതായത് നടേശൻ സാറ്, വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛൻ തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരുമെന്നായിരുന്നു കരാറ്. അച്ഛൻ മരിച്ചപ്പോ പലിശ മുടങ്ങി. അപ്പോഴാ വിഷ്ണു അന്വേഷിച്ചു വന്നത്. സത്യമല്ലെങ്കിലും കേൾക്കാൻ രസമുണ്ട്. നീ എന്റെ കടക്കാരി. ശരിക്കും അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതല്ലാതെ നമുക്കിടയിൽ ഒരു ബന്ധവും ഇല്ല. ഇല്ലേ? ശരിക്കും ഉണ്ട്, പക്ഷെ സിദ്ധുവിനോട് പറയുമ്പോ ഇല്ല. ഇതൊരുമാതിരി പ്രതികളെ പഠിപ്പിക്കും പോലെ ഉണ്ടല്ലോ. എന്ത് ചെയ്യാനാ വിഷ്ണു, പിടിച്ചു നിൽക്കണ്ടേ? തീർന്നല്ലോ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഞാൻ ഏറ്റു. തീർന്നില്ല. എത്ര രൂപയാ കടമെന്ന് സിദ്ധു ചോദിക്കും. അപ്പൊ എത്രയാണെന്ന് പറയും? 10. കുറച്ചുകൂടി കൂട്ടിക്ക്. 15. അത് മതി. പലിശ മുടങ്ങിയതുകൊണ്ട് അത് തന്നെ ഒരു വലിയ തുകയായിന്ന് പറയണം. പറയൂ. പറയാം. ഒന്നും മാറ്റി പറഞ്ഞേക്കരുത്. എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയ നീ എന്റെ പാസ്റ്റ് അറിയാലോ. എല്ലാം അറിയാം. എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ശരി, അപ്പൊ 15 ലക്ഷത്തിന്റെ കടക്കാരിയാണ് നീ.
അതെ. പലിശ കുറച്ച് കൂടും. ആയിക്കോട്ടെ, എത്ര കൂടിയാലും ഞാനത് തരും. പോരെ? മതി, അത് മതി. അപ്പോ ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം.